വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ഖത്തറിൽ വന്നതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് എന്ന് പറയാം. ഞാൻ എന്താ പറയുക, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാനിപ്പോൾ ഹസ്ബൻഡ് അടുത്തേക്ക് ഖത്തറിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. പിന്നെ ഓർമ്മയില്ലായിരുന്നു. ഞാൻ തലേ ദിവസം വിചാരിക്കും നാളെ വീഡിയോ എടുക്കാമെന്ന്, പക്ഷേ പിറ്റേന്ന് എഴുന്നേൽക്കുമ്പോൾ നേരം വൈകിയായിരിക്കും നമ്മൾ എഴുന്നേൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, ഒരു ഹറിബറി ആയിരിക്കും. അപ്പോൾ പിന്നെ ഓർമ്മയുണ്ടാവില്ല കേട്ടോ വീഡിയോ എടുക്കാനുള്ളത്. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് അയ്യോ വീഡിയോ എടുത്താൽ മതിയായിരുന്നു എങ്ങനെ എനിക്ക് തോന്നും. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ ഹസ്ബൻഡിന് ഡ്യൂട്ടി ഇല്ല, എനിക്കൊന്ന് ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ എനിക്കൊരു 2 മണി മുതൽ 5 മണി വരെ ക്ലാസ് ഉണ്ടാവും. ഇന്നിപ്പോൾ അതില്ല. അതുകൊണ്ട് ഇന്നൊരു റിലാക്സിങ് ഡേ ആണ്. ഇന്ന് നമുക്ക് പുറത്തൊക്കെ പോകാം. ബ്രേക്ക്ഫാസ്റ്റ് മാത്രം മതി കേട്ടോ. ലഞ്ചൊക്കെ നമുക്ക് പുറത്തുനിന്ന് ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് പുട്ടും പഴവും ആക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മൈസൂർ പഴം ഓൾറെഡി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെ ചിലവാകണമല്ലോ. അപ്പോൾ പുട്ടാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ പിന്നെ പുട്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മളുടെ ഒരു സ്റ്റുഡിയോ റൂമാണ് കേട്ടോ. ആക്ച്വലി ഇതല്ല നമ്മുടെ റൂം, നമ്മൾ വേറെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിൽ ഓൾറെഡി അവിടെ താമസിക്കുന്ന ഫാമിലി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് അവരവിടുന്ന് പോവുള്ളൂ. അപ്പോൾ അതുവരേക്കും നമ്മൾ താൽക്കാലികമായിട്ട് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ, എൻ്റെ പുതിയ കിച്ചൺ കോട്ടൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് മാറും. ഇവിടെ ഒന്ന് സെറ്റായി വന്നായിരുന്നു. അപ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് മാറണം. കാരണം ഈ റൂം ഓൾറെഡി വേറെ ആരോ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് മാറിക്കൊടുക്കുക തന്നെ വേണം. അപ്പോൾ ഞാൻ എൻ്റെ എന്താ പറയുക, പുട്ടും കുറ്റിയെല്ലാം കഴുകി നമ്മുടെ പുട്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഇവിടെ അത്യാവശ്യം നല്ല ചൂടാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെയുള്ളവരൊക്കെ പറയുന്നത് ഇവിടെ ഇപ്പോൾ ചൂട് കുറഞ്ഞെന്നാണ്. പക്ഷേ എനിക്ക് നാട്ടിൽ നിന്ന് ഈ മഴയത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റൗവിൽ കണ്ടോ ഒരു സംഭവം, അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ കുറേ തുടച്ചു, കുറേ ഞാൻ ട്രൈ ചെയ്തു കേട്ടോ അത് കളയാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് പോകുന്നില്ല. എന്തോ കവറ് പോലത്തെ ഒരു കോട്ടിങ് ഉണ്ട് അതിൻ്റെ മുകളിൽ. അതെന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡും കുറേ ട്രൈ ചെയ്തു, പക്ഷെ അത് പോകുന്നില്ല. പിന്നെ മാമ്പഴ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, മാങ്ങ. അപ്പോൾ അതും പുട്ടും നല്ലൊരു കോമ്പിനേഷനാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ദിലീപു ആരോ പറയുന്ന കേട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ഞാൻ മാങ്ങത്തൊലി ചെത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൈസൂർ പഴത്തിൻ്റെ കോലം കണ്ടോ, അത് നമ്മുടെ ലഗേജിലൊക്കെ പെട്ടിട്ടോ. പിന്നെ നമ്മളിവിടെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടാന്ന് തോന്നുന്നു. തൊലി നന്നായിട്ട് കറുത്തിട്ടുണ്ട്, പക്ഷെ ഉള്ളിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ നല്ല അടിപൊളി തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി പുട്ടുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നല്ല പുട്ടും മാമ്പഴമൊക്കെ കഴിച്ചിട്ടോ. എനിക്കിഷ്ടപ്പെട്ടു ഈ ഒരു കോംബോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഹസ്ബൻഡ് പറഞ്ഞു ആൾ പാത്രം കഴുകിക്കോളാന്ന്. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് കുറച്ച് സമയം പഞ്ചാബി ഹൗസ് ഇരുന്ന് കണ്ടേ. പിന്നെ ഞാൻ എന്താ പറയുക, വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണികൾ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇട്ട് വെച്ചാൽ നമുക്ക് പുറത്ത് പോയി വരുമ്പോഴേക്കും എല്ലാം എന്താ പറയുക അലക്കി കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഉണക്കാനിട്ടാൽ മതിയല്ലോ. ഇപ്പോൾ ഇവിടെ നല്ല വെയിലായതുകൊണ്ട് തന്നെ ഡ്രസ്സൊന്നും അധിക സമയം വെയിലത്ത് ഇടാനും പറ്റില്ല. കാരണം എല്ലാം അങ്ങ് എന്താ പറയുക, വെയിൽ കൊണ്ടങ്ങ് ഉണങ്ങി വിറകുള്ളി പോലെയാകും. അതുകൊണ്ട് കുറച്ച് സമയം ഇട്ടിട്ട് വേഗം എടുക്കുക, കാരണം വേഗം ഉണങ്ങുകയും ചെയ്യാമല്ലോ. അത് കഴിഞ്ഞ് ഡ്രസ്സെല്ലാം ഒന്ന് അയൺ ചെയ്യാണ് പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കുളിച്ച് റെഡിയായി. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഒന്ന് പറയണേ. അപ്പോൾ ഇതിലേക്ക് പിന്നെ ബ്ലാക്ക് ഷോൾ തന്നെ ആക്കിയിട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഒരു വൃത്തി തോന്നി എനിക്ക്. പിന്നെ നമ്മൾ പോകുന്നത് മെട്രോയിലാണ് കേട്ടോ. നമുക്ക് ആളിവിടെ വന്നിട്ട് ഏകദേശം 1 ഇയർ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ലൈസൻസ് ഒന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് നമ്മുടെ കയ്യിൽ വണ്ടിയില്ല. അപ്പോൾ നമ്മൾ മെട്രോയൊക്കെ വഴിയാണ് നമ്മൾ എല്ലായിടത്തേക്കും പോകാറ്. പക്ഷേ ഇവിടെ എല്ലായിടത്തേക്കും മെട്രോയും ബസ്സുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈസിയാണ് കേട്ടോ. നമുക്ക് ട്രാവൽ ചെയ്യാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഊബറും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, അപ്പോൾ വലിയ സീനൊന്നുമില്ല. അങ്ങനെ നമ്മൾ വില്ലേജിയോ മാളിലെത്തിയിട്ടുണ്ട്. ആ കാണുന്നുണ്ട് ഇവിടുത്തെ ടോർച്ച് ടവർ, ഇതാണ് വില്ലേജിയോ മാള്.
ഇവിടുത്തെ ബിൽഡിങ്ങുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒന്നുമില്ലാന്ന്, പക്ഷെ ഉള്ളിൽ കയറുമ്പോഴാണ് എന്താ പറയുക കുറേ സംഭവങ്ങളുള്ള കേട്ടോ. നല്ല അടിപൊളിയാണ്. അകത്തേക്ക് കയറുമ്പോൾ പുറത്ത് നോക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും നമുക്ക് തോന്നില്ല. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇത് കാണാൻ. മുകളിൽ ഇങ്ങനെ സ്കൈ പോലെ സെറ്റ് ചെയ്തിട്ട്, പിന്നെ ഈ ഒരു കനാൽ കണ്ടോ, ഇതിൽ നമുക്ക് മറ്റേ എന്താ പറയുക ഗണ്ടോളോ ബോട്ടില്ലേ, അതിൽ സവാരിയൊക്കെ നടത്താം. ഒരാൾക്ക് 10 റിയാൽ അങ്ങനെ എന്തോ ആണ്. നമ്മളും അതിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ശരിക്കും നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതിവിടെ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരിതാണ് കേട്ടോ. പിന്നെ കുറേ ഷോപ്പിംഗ് ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു. H&M, സാറ, മാങ്കോ, അങ്ങനെ കുറേ നല്ല അടിപൊളി ബ്രാൻഡുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. മെട്രോ വഴിയാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ അൽ അസീസിയ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി കേട്ടോ. അവിടുന്ന് അടുത്ത് തന്നെയാണ്. രാവിലെ 9 മണി മുതൽ ഏകദേശം രാത്രി 10-11 മണി വരെ ഉണ്ട് തോന്നുന്നു ഇത്. നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനകത്ത് ഇങ്ങനെ ഇവിടെ ഞങ്ങൾ കുറേ സമയം ഇങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. എനിക്കെന്താ ഈ ലോങ് വീഡിയോ ആകുമ്പോൾ എനിക്കധികം പറയാൻ കിട്ടില്ല കേട്ടോ. അതെന്താണെന്നറിയില്ല. അതുകൊണ്ട് ഞാൻ ഇനിയൊന്നും പറയുന്നില്ല ഗൈസ്. നിങ്ങൾ കണ്ടോളൂ. ഈ ഒരു പെർഫ്യൂം ഷോപ്പിൽ നിന്ന് നമ്മളിതാ ഒരു പെർഫ്യൂം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ജാസ്മിൻ്റെ ഒക്കെ ഒരു അതിനോടൊക്കെ ഏകദേശം സമയമുള്ള നല്ലൊരു അടിപൊളി സ്മെല്ലായിരുന്നു. അപ്പോൾ അവൾ നമ്മളൊരു പെർഫ്യൂം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ എന്താണ് അൽക്കാസിമോ അവിടുത്തെ മന്തി ഭയങ്കര അടിപൊളിയാണ്. അതൊരു ഖത്തറി ഫുഡാണ്. അപ്പോൾ അത് നമ്മൾ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേരും നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമുക്കൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു ടേസ്റ്റാണ്. പൊതുവേ ഇവരുടെ ഫുഡിൽ അങ്ങനെ കാര്യമായിട്ട് മസാലയൊന്നും ഉണ്ടാവില്ല, നമുക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്നേക്കും. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇപ്പം തന്നെ ഏകദേശം വൈകുന്നേരം ഒരു 4:30 ആയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ നേരെ ഖത്തർ നാഷണൽ ലൈബ്രറിയിലേക്ക് പോയി. ഇതൊരു ലോകം തന്നെയായിരുന്നു. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ലൈബ്രറി കാണുന്നത് കേട്ടോ. ഞാൻ വിചാരിച്ചിരുന്നു എൻ്റെ അൽവാസ് കോളേജിലെ ലൈബ്രറിയാണ് ഏറ്റവും വലിയ ലൈബ്രറി, പക്ഷേ അല്ല ഗൈസ്. ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അവിടുന്ന് പിന്നെ നമ്മൾ ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് നേരെ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം സമയം ഇരട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട്. ടാക്സി പിടിച്ചായിരുന്നു കേട്ടോ നമ്മൾ നേരെ തിരിച്ചു വന്നിരുന്നത്. പിന്നെ അവിടുന്ന് നമ്മൾ എന്താണ് ഒരു വീട്ടിലെത്തിയതിനു ശേഷം ഒരു എന്താ പറയുക ലെമൺ ടീ ഉണ്ടാക്കി കുടിച്ചു. ഇത് നമ്മൾ മൂന്നാർ പോയപ്പോൾ വാങ്ങിയ ലെമൺ ടീ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഹസ്ബൻഡിന് ഞാൻ അത് ഉണ്ടാക്കി കൊടുത്തു. ഞാൻ എന്താ പറയുക സ്നിക്കേഴ്സും കഴിച്ചു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വേറെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ വേറെ ഒന്നും കുക്ക് ചെയ്തിട്ടുമില്ല കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. പിന്നെ ഹസ്ബൻഡ് നമ്മൾ രാവിലെ അലക്കിയ ഡ്രസ്സെല്ലാം എടുത്തിട്ട് ഉണക്കാനിടുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളെല്ലാം ചെയ്ത് കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ ഗൈസ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.